ഹായ് നമസ്കാരം. എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ചെറിയ വിശേഷങ്ങളൊക്കെ ആയിട്ടാണ് വന്നിരിക്കുന്നത്. ജോമ എന്നോട് പറഞ്ഞു വെളി വെച്ച് വീഡിയോസ് എടുക്കുന്ന കാര്യം പറഞ്ഞേ. വെളി വന്ന് കഴിയുമ്പോഴത്തേക്കുണ്ടല്ലോ സൗണ്ട് തീരെ, ഞാൻ ആദ്യം മാവിൻ്റെ ഉള്ളിൽ നിന്ന് എടുത്ത് നോക്കി, പക്ഷേ സൗണ്ട് തീരെ കുറവ് കിട്ടുന്നേ. സൗണ്ട് അങ്ങോട്ട് ഇതായിട്ട് വരുന്നില്ല. എനിക്കൊന്ന് ഈ ഓപ്പണായിട്ട് എൻ്റെ ഫോണിൻ്റെ പ്രശ്നമായിരിക്കും തോന്നുന്നു. അപ്പോൾ സൗണ്ട് നല്ല ഇതായിട്ട് വരുന്നില്ല. അതുകൊണ്ട് പിന്നെ ഞാൻ അവിടുന്ന് പിന്നെ ഷെഡിൻ്റെ ഇങ്ങോട്ട് വന്നു. ഇവിടെ വന്നപ്പം വലിയ കുഴപ്പമുള്ളതായിട്ട് എനിക്ക് തോന്നുന്നില്ല. കാര്യം ഇതിന് മുമ്പ് ഇവിടുന്ന് വീഡിയോ എടുത്തിട്ടുണ്ട്. അപ്പം സൗണ്ട് നല്ല ഇതായിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പം നമ്മുടെ ഇന്നത്തെ കുഞ്ഞു വിശേഷങ്ങളൊക്കെ ആയിട്ടാണ് വന്നിരിക്കുന്നത്. നമ്മുടെ വിശേഷങ്ങൾ എന്ന് പറഞ്ഞാൽ കുക്കിംഗ് ഒക്കെയാണ്. നമ്മുടെ ഡേ ഇൻ മൈ ലൈഫാണല്ലോ നമ്മൾ വീഡിയോയിലൂടെ എടുക്കുന്നത്. അപ്പോൾ കുക്കിങ്ങും കാര്യങ്ങളൊക്കെയാണ് ഇന്ന് കൂടുതലും വീഡിയോയിലൂടെ വന്നിരിക്കുന്നത്. അപ്പം കുക്കിങ്ങും കാര്യങ്ങളെന്ന് പറഞ്ഞാൽ നമുക്ക് അടുക്കളയിലേക്കുള്ള ചെറിയ ചെറിയ ടിപ്സും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ചപ്പാത്തി ഉണ്ടാക്കാൻ എല്ലാവർക്കും മടിയാണ്. എല്ലാവർക്കും ചപ്പാത്തി ഉണ്ടാക്കാൻ മടി. എനിക്കും മടിയൊക്കെ ആയിരുന്നു കേട്ടോ ചപ്പാത്തി ഉണ്ടാക്കേണ്ടത്. പക്ഷേ ഇങ്ങനെയൊക്കെ ഉണ്ടാക്കാൻ തുടങ്ങിയതിന് ശേഷം എൻ്റെ മടിയൊക്കെ മാറി. ചപ്പാത്തി എനിക്ക് എപ്പോൾ ഉണ്ടാക്കാൻ പറഞ്ഞാൽ എനിക്ക് ഭയങ്കര സന്തോഷമാണ്. ഞാൻ ഉണ്ടാക്കുകയും ചെയ്യും. അപ്പോൾ നിങ്ങൾ ഇതൊക്കെ ഒന്ന് കണ്ടു നോക്കാം. നമ്മൾ ചപ്പാത്തി ഉണ്ടാക്കാനായിട്ട് ഏറ്റവും കൂടുതൽ മടിക്കുന്നതന്നെ പാത്രത്തെ മുഴുവൻ മാവാകുന്നത്. അത് പിന്നെ കുതിരണം കഴിയണം. പിന്നെ നമ്മുടെ കൈ നിറച്ച് മാവോ, ഇതൊക്കെയാണ് എല്ലാവർക്കും ഉള്ളൊരു മടി. പക്ഷേ എണ്ണയോ ഒന്നും ഇല്ലാതെ വെള്ളം കൊണ്ട് മാത്രം കുഴച്ചാൽ നമ്മുടെ കയ്യെ മാവാകാതെയും പാത്രത്തെ മാവാകാതെയും നല്ലതായിട്ട് നമുക്ക് കുഴച്ചെടുക്കുന്ന രീതി ഞാൻ വീഡിയോയിലൂടെ കാണിക്കുന്നുണ്ട്. അതുപോലെ ചപ്പാത്തിക്ക് മാവ് കുഴയ്ക്കുന്നുണ്ട്, പരത്തുന്നുണ്ട്, ചുട്ടെടുക്കുന്നുണ്ട്. ഇതെല്ലാം കൂടെ ചേർന്നൊരു വീഡിയോസാണ് ഇന്ന് വന്നിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവർക്കും പ്രയോജനപ്പെടും കേട്ടോ. ഇത് കണ്ടു കഴിയുമ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ചപ്പാത്തി ഉണ്ടാക്കാനായിട്ട് ഇഷ്ടം തോന്നും. അതുപോലെ അടിപൊളിയായിട്ടാണ് നമുക്കതൊക്കെ കാണുമ്പോൾ നമുക്കറിയാം. അത് കണ്ട് നിങ്ങൾ മനസ്സിലാക്കുക. അതുകൊണ്ടാണ് ഞാൻ അതെടുത്തേക്കുന്നത്. ഒറ്റ ഇതുപോലും വിടാതെ ഫുള്ളായിട്ട് എടുത്തത് അതുകൊണ്ടാണ്. അല്ലെങ്കിൽ പറയും, ഓ അവർ പാത്രം കഴുകിയിട്ടാണ് വന്ന് പിന്നെ മാവ് കാണിക്കുന്നത്. അങ്ങനെയൊന്നും പറയാതിരിക്കാൻ വേണ്ടിയാണ് ഞാൻ മാവ് കുഴയ്ക്കുന്നത് അതുപോലെ തന്നെ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ എല്ലാവരും വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുവാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുകയും കമൻറ്റ് ചെയ്യുകയൊക്കെ ചെയ്യണം കേട്ടോ. അപ്പോൾ പുതിയതായിട്ട് വരുന്ന സബ്സ്ക്രൈബേഴ്സിനോടൊക്കെ ഒരുപാട് താങ്ക്സ് ഉണ്ട്. നിങ്ങൾ ഇനി സപ്പോർട്ട് തരിക. അതുപോലെ നിങ്ങൾ ഇനി ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക കേട്ടോ. അപ്പോൾ നമുക്ക് ഇന്നത്തെ വിശേഷങ്ങളൊക്കെ ആയിട്ട് വീഡിയോയിലൂടെ കാണാമേ. രാവിലെ ഇന്ന് ചപ്പാത്തിയാണ് ഉണ്ടാക്കുന്നത്. ഇപ്പം ചപ്പാത്തിയൊക്കെ എല്ലാവർക്കും ഒക്കെ ഉണ്ടാക്കാനൊക്കെ അറിയാം. എന്നാലും ഞാൻ ഉണ്ടാക്കുന്ന എളുപ്പ രീതി എങ്ങനെയാണെന്നുള്ളത് കാണിച്ചു തരാവേ. അപ്പം നമ്മുടെ പഴയ സബ്സ്ക്രൈബേഴ്സിന് എല്ലാവർക്കും അറിയാം ഞാനിങ്ങനെ ചപ്പാത്തി ഉണ്ടാക്കുന്നതെന്നും എല്ലാവർക്കും അറിയാം. പക്ഷെ പുതിയതായിട്ട് നമുക്ക് കുറേ പേര് വന്നിട്ടുണ്ട്. അവർക്കും കൂടെ വേണ്ടിയാണ്. അപ്പം നമ്മുടെ ചേച്ചി പറയാറുള്ളത്, പഴയ ആൾക്കാരൊക്കെ ഇച്ചിരി ഒന്ന് ക്ഷമിച്ച് ഒന്ന് പുറകിലോട്ട് നിൽക്കുക, പുതിയ ആൾക്കാരൊക്കെ ഒന്ന് ഫ്രണ്ടിലോട്ടിരിക്കുക. അപ്പോൾ അവർക്കത് മനസ്സിലാകാൻ വേണ്ടിയാണ്. അപ്പം ചപ്പാത്തിക്ക് മാവ് കുഴക്കുന്ന എങ്ങനെയാണെന്ന് വെച്ചാൽ ഞാൻ ആദ്യമേ പാത്രത്തിലോട്ട് വെള്ളം എടുക്കും കേട്ടോ. വെള്ളം എടുത്തേച്ച് കുറച്ച് കൂടുതൽ വെള്ളം എടുക്കേ. ഒരു അളവില്ല ഞാൻ വെള്ളം എടുക്കുന്നതിന്, നമുക്ക് പൊടിയുടെ അനുസരിച്ച്. എന്നിട്ട് ഞാൻ അതിനകത്തേക്ക് ഉപ്പും ഇട്ട് കൊടുക്കും. ഉപ്പിട്ട് കൊടുത്തേച്ച് അതിൽ നിന്ന് തിരിച്ച് ഇതുപോലെ തന്നെ ഇതിനകത്തോട്ട് ഒഴിക്കും വെള്ളം. ഇതിപ്പോൾ നിങ്ങൾ വീഡിയോ കാണുമ്പോൾ നിങ്ങൾ ഓർക്കും, ഓ എന്നാ താമസമാണെന്നൊക്കെ. അങ്ങനെയല്ല കേട്ടോ. ഞാൻ ഈ വീഡിയോ എടുക്കുമ്പം ഇങ്ങനെ പതിയെ എടുത്ത് നിങ്ങളെ കാണിക്കാൻ വേണ്ടി ചെയ്തിട്ട് എനിക്ക് എളുപ്പമാണ് ഇങ്ങനെ ചെയ്യുമ്പോഴത്തേക്ക്. അതിപ്പോൾ ഇങ്ങനെ ചെയ്തതെന്ന് വെച്ചാൽ ഉപ്പല്ല നല്ലപോലെ ഒന്ന് കലങ്ങാൻ വേണ്ടിയാണ് ഇതിന് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വെള്ളമൊക്കെ ഒഴിക്കുന്നത്. അപ്പം നമ്മുടെ ഉപ്പൊക്കെ നല്ലപോലെ കലങ്ങി. എന്നിട്ട് വീണ്ടും ഈ പാത്രത്തിലോട്ട് മുഴുവൻ വെള്ളം എടുക്കത്തില്ല കേട്ടോ. വേണ്ട ഒരു ഇത്രയും വെള്ളം. എന്നിട്ട് ഈ പാത്രത്തിൽ ഫുള്ളൊന്ന് നനച്ച് കൊടുക്കണം നമ്മളെ. ഇങ്ങനെ വെളിയിലൊന്നും പോകരുത് കേട്ടോ. ഇങ്ങനെയിട്ട് കറക്കുമ്പോഴത്തേക്ക് തെറിച്ചൊന്നും പോകാതെ ഇങ്ങനെ ചെറുതായിട്ടൊന്ന് കറക്കി കൊടുത്ത് ഇത്രയും വെള്ളം ഞാനിങ്ങനെ എടുത്ത്, നമുക്ക് പൊടി എന്തോരം ആവശ്യമുണ്ടെന്നനുസരിച്ച് അത്രയും വെള്ളം അല്ല ഇപ്പം ഇതിനകത്ത് എടുത്തേക്കുന്നത്. ഇതിപ്പോൾ ഞാൻ ചുമ്മാ ഇച്ചിരി വെള്ളം എടുത്തേക്കുന്നതേ ഉള്ളൂ ഇതിനകത്തോട്ട്. എന്നിട്ട് ഈ പൊടിക്കകത്തേക്കാണ് കേട്ടോ ഈ വെള്ളത്തിലേക്കാണ് ഞാൻ പൊടി ഇട്ട് കൊടുക്കുന്നത്. അത് നമ്മുടെ വീട്ടിലേക്ക് ഇപ്പോൾ ഇവിടെ ഞങ്ങൾക്ക് ആവശ്യമുള്ളത് ഒരു കണക്കുണ്ട് എനിക്ക്. അത് ആവശ്യമുള്ളത് ഞാൻ പൊടി എടുക്കട്ടെ. ഞാൻ ആവശ്യമുള്ള പൊടി എടുത്തേ. സ്പൂണോ അല്ലെങ്കിൽ കൈയോ, ഞാൻ കൈയിട്ടാട്ടോ എപ്പോഴും ഇളക്കൊക്കെ ചെയ്യുന്നത്. പിന്നെ ഇപ്പം സ്പൂണിട്ട് ഇതിനകത്തൊന്ന് ഇളക്കുന്നതായിട്ട് എടുക്കുന്നതേ ഉള്ളൂ. സ്പൂണിട്ട് ഇളക്കാമെങ്കിൽ കയ്യിൽ ഒരുപാട് പിടിക്കത്തില്ല കേട്ടോ പൊടി നമ്മളിങ്ങനെ കുഴച്ചെടുക്കുമ്പോഴത്തേക്ക്. എന്നിട്ട് ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം പിന്നെ നമ്മൾ ഒഴിച്ചു കൊടുക്കുകയായിരുന്നു. എനിക്ക് പിന്നെ ഈ ചപ്പാത്തി ഉണ്ടാക്കാനായിട്ടുണ്ടല്ലോ നല്ല എക്സ്പീരിയൻസാണ്. കാര്യം എൻ്റെ ഈ അച്ചു ചപ്പാത്തിയെ കഴിക്കത്തുള്ളൂ. കുഞ്ഞിലേ മുതൽ അവൾക്ക് ചപ്പാത്തി ഉണ്ടാക്കി കൊടുത്തുണ്ടല്ലോ. എത്ര വെള്ളം ഒഴിച്ചാലും എനിക്കൊരു ഐഡിയ ഉണ്ട് അതിനകത്ത് വെള്ളം ഒഴിക്കുന്നതിൻ്റെ. അല്ലാതെ ഉള്ളവർ കുറേശ്ശെ വെള്ളം ഒഴിച്ചു കൊടുക്കണേ. അങ്ങനെ വെള്ളം ഒഴിച്ച് എല്ലാ മാവും ഒന്ന് പൊടിയായിട്ട് കിടക്കുന്ന മാവെല്ലാം ഒന്ന് ചെറുതായിട്ടൊന്ന് ഇത് കണ്ട് ഇതുപോലെ ചെറിയ ഉരുളകളാക്കി നമ്മളിങ്ങനെ കട്ട പിടിച്ച് വരുമല്ലോ, അതുപോലെ ഒന്നാക്കി എടുക്കണം. ഒത്തിരി വെള്ളമായി പോകരുത്.
ഇനി നമുക്ക് സ്പൂൺ വേണ്ട. ഇനി സ്പൂൺ കൊണ്ടിട്ട് കുഴച്ചാൽ ശരിയാകത്തില്ല. ഇതുണ്ട് വെള്ളം, നമ്മൾ വെള്ളത്തിൽ ഇപ്പം എന്നെ സ്പൂൺ മുക്കിയിട്ടാണ് ഈ പൊടിക്കകത്തിട്ട് ഇട്ടത്. അതുകൊണ്ടുണ്ട് സ്പൂണിൽ പൊടി പിടിച്ചിട്ടേ ഇല്ല, അങ്ങനെ മാവ് പിടിച്ചിട്ടില്ല അങ്ങനെ. ഇനി നമുക്ക് ഇത് കുഴച്ച് തുടങ്ങാം. ഒരു സൈഡിൽ നിന്ന് ഈ നനഞ്ഞ മാവെല്ലാം കൂടി ഇങ്ങനെ കുഴച്ചെടുക്കാം. പിന്നെ വെള്ളം വേണമെങ്കിൽ ചേർക്കാം കേട്ടോ. ഞാനിങ്ങനെ തന്നെ കാണിക്കുന്നത് എന്നാന്ന് ചോദിച്ചാൽ, അല്ലേ നിങ്ങൾ ഓർക്കും ഞാൻ വീഡിയോ കട്ട് ചെയ്യുമ്പോഴത്തേക്ക് കട്ട് ചെയ്തപ്പോൾ വേറെ എന്നതോ കാണിച്ചിട്ടാണ് ഞാൻ ചെയ്യുന്നതെന്ന് ഓർക്കും. കള്ളത്തരം കാണിച്ചു നോക്കും. അതുകൊണ്ടാണ് വീഡിയോ കട്ട് ചെയ്യാതെ ഇതായിട്ടെടുക്കുന്നത്, മാവ് കുഴയ്ക്കുന്നത് കാണിക്കുന്നത്. ഒരു ശകലം പൊടി കൂടെ നനയാനുണ്ടേ. ഒരു ഇച്ചിരി വെള്ളം ഒഴിച്ചാൽ മതി. ഇങ്ങനെ നമ്മൾ സ്പൂൺ ഇട്ട് ആദ്യം കുഴയ്ക്കുമ്പോഴത്തേക്ക്, പക്ഷേ എനിക്ക് കൈ ഇട്ട് ഇങ്ങനെ മാവ് കുഴച്ചാലും ഒരുപാടൊന്നും എൻ്റെ കയ്യിൽ അങ്ങനെ മാവ് പിടിക്കത്തില്ല കേട്ടോ. ഞാൻ പറഞ്ഞില്ലേ, ഇപ്പോൾ കുറേ നാളായില്ല ഇങ്ങനെ ചെയ്യാൻ തുടങ്ങിയിട്ട്. നമുക്ക് ഓരോ ജോലി ഓരോ എക്സ്പീരിയൻസ് ആയി കഴിയുമ്പോഴത്തേക്ക് ശകലം പൊടി കൊണ്ടുണ്ട്. നമ്മളിങ്ങനെ ഈ പാത്രത്തിൽ വെള്ളം എടുക്കുന്നുണ്ട് ഉള്ള ഗുണം എന്നാന്ന് ചോദിച്ചാൽ, നമ്മൾ ഈ മാവ് കുഴച്ച് ഇതാകുമ്പോഴത്തേക്ക് നമ്മൾ ഈ പാത്രത്തിൽ തന്നെ നമ്മുടെ കൈ ഇട്ട് ഇങ്ങനെ തൂക്കുമ്പോഴത്തേക്കുണ്ടല്ലോ, ഇത് കണ്ടോ, ഈ മാവെല്ലാം ഉരുണ്ടിങ്ങി വരും ഇതിനകത്ത് പറ്റി പിടിച്ചിരിക്കുന്ന മാവ്. എന്നിട്ട് നമ്മളിത് കുഴയ്ക്കുമ്പോഴത്തേക്ക് അതിലോട്ട് ആ മാവെല്ലാം കയറി പിടിച്ചോളും. പുതിയതായിട്ടുള്ളവർക്ക് വേണ്ടിയാണ് കേട്ടോ, പുതിയ സബ്സ്ക്രൈബേഴ്സിന് വേണ്ടിയാണ്. പഴയവരും കണ്ടിട്ടില്ലാത്തവർക്ക് കാണാം. കാര്യം നമ്മുടെ ഇവിടുത്തെ മിക്ക ദിവസം ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറഞ്ഞാൽ ചപ്പാത്തിയാണ്. ഇതുണ്ടോ, ഇത്രയും ഞാൻ കുഴക്കത്തുള്ളൂ മാവ്. ഇത് കണ്ടോ, പാത്രത്തിനകം കണ്ടോ, നമ്മൾ സാധാരണ ചപ്പാത്തിക്ക് മാവ് കുഴച്ച പാത്രം മുഴുവനും പിടിച്ചിരിക്കത്തില്ലേ, ഇതങ്ങനെ പിടിക്കത്തില്ല. നമ്മൾ ഈ സൈഡിലൊക്കെ ചെറുതായിട്ടൊക്കെ മാവ് ഇരിക്കുന്നതൊക്കെ ഇങ്ങനെ പതിയെ തൂത്താൽ മതി, അങ്ങ് പൊക്കോളും. എല്ലാവരും ചപ്പാത്തിക്ക് മാവ് കുഴയ്ക്കുമ്പം പാത്രം കഴുകണമല്ലോ എന്നുള്ളതാണ് ആദ്യത്തെ മടി. പിന്നെ മാവിട്ട് ഒരുപാടിട്ട് ഞാൻ കുഴയ്ക്കത്തില്ല കേട്ടോ. ആ മാവ് ഒന്ന് കുഴച്ച് സെറ്റാകാൻ വേണ്ടി മാത്രമല്ല, എൻ്റെ കയ്യിലും വലിയ മാവൊന്നും ഇല്ല കേട്ടോ, ചെറുതായിട്ടേ ഉള്ളൂ. ഇത് സാധാരണ ഗോതമ്പ് പൊടിയാണേ, നമ്മൾ കടയിൽ നിന്നൊക്കെ മേടിക്കുന്ന ലൂസ് ഗോതമ്പ് പൊടിയാണ്, അല്ലാതെ ആശീർവാദിൻ്റെയോ അങ്ങനെയൊന്നുമല്ല. ഇത്രയും ഇങ്ങനെ കുഴച്ച് എണ്ണയൊന്നും ചേർത്തല്ലല്ലോ കുഴച്ചേക്കുന്നത്. ഇനി ഇത് മൂടി വെച്ചേക്കും ഞാൻ. ഇത്രയും കുഴക്കത്തുള്ളൂ. ഒത്തിരി കിടന്ന് ചപ്പാത്തിയുടെ മാവ കിടന്ന് ബലം പിടിക്കത്തില്ല. ഞാൻ ഈ ചപ്പാത്തി ഉണ്ടാക്കുന്ന സമയത്ത് ആദ്യമേ ചപ്പാത്തിക്കുള്ള മാവ് കുഴച്ച് വെച്ചിട്ട് ഞാൻ കറി എന്നെല്ലാം ഉണ്ടാക്കാനായിട്ട് തുടങ്ങത്തുള്ളൂ. നമ്മൾ കറിയെല്ലാം ഉണ്ടാക്കി വരുമ്പോഴത്തേക്ക് ആ മാവ് അവിടെ സെറ്റായിട്ടിരിക്കും. ചപ്പാത്തിക്കുള്ള കറി എന്ന് പറഞ്ഞാൽ ചീമച്ചക്കയാണേ. ചീമച്ചക്ക, കടച്ചക്ക, ഇങ്ങനെയൊക്കെ നമ്മൾ ഓരോ പേരിലും ഓരോ നാട്ടിലൊക്കെ, ഞങ്ങളുടെയൊക്കെ അങ്ങോട്ട് കടച്ചക്ക എന്ന് പറയും, ഇവിടെയൊക്കെ ചീമച്ചക്ക എന്ന് പറയുന്നത്. നമ്മുടെ സ്വന്തം പ്ലാവ് എന്നാണ് കേട്ടോ, ചീമപ്ലാവ്, കടപ്ലാവ് എന്നാണ്. കാര്യം ആദ്യമായിട്ട് കായ്ച്ചതായിരുന്നു. കായ്ച്ച് ഒത്തിരി കായൊന്നും ഉണ്ടായില്ല കേട്ടോ, കുറേ വർഷമായി, ബഡായിരുന്നു, കുറേ വർഷമായി നട്ടിട്ട്. കായ്ക്കലെന്നൊക്കെ വിചാരിച്ചിരുന്നാണ്. ഈ പ്രാവശ്യമാണ് കായ്ച്ചത്. നമ്മുടെ ജയചേച്ചിയാണ് അത് കായ്ക്കാണ്ട് എനിക്കൊരു വിദ്യ പറഞ്ഞു തന്നത്. സത്യം അത് പറഞ്ഞിട്ടാണോ എന്നാന്ന് എനിക്കറിയാമല്ല. എന്നാണെങ്കിലും ചീമപ്ലാവ് കായ്ച്ചു.
ഒത്തിരി ഉണ്ടായില്ലെങ്കിലും ഒരു 5 കണ്ടേ ഉള്ളായിരുന്നു തോന്നുന്നു, മൊത്തം അത്ര കണ്ടേ ഉണ്ടായുള്ളൂ. എന്നാലും നമുക്ക് സ്വന്തം മരത്തിൽ നിന്ന് കുറച്ച്, നമ്മൾ നട്ട മരത്തിൽ നിന്ന് കുറച്ച് ഉണ്ടാക്കുമ്പോഴത്തേക്ക് സന്തോഷമല്ലേ. ഇവിടെ ഭയങ്കര ഇഷ്ടമാണ് ചീമച്ചക്ക മപ്പാസും ചപ്പാത്തിയും കൂടെ. അപ്പം ഞാൻ ഈ ചീമച്ചക്ക ഇതിൻ്റെ പകുതി എടുക്കുള്ളൂ, മപ്പാസ് വെക്കാനായിട്ട് എടുക്കട്ടെ. ഇതെല്ലാം അരിഞ്ഞ് എല്ലാം ഒന്ന് റെഡി ആക്കിക്കൊണ്ട് വരട്ടെ. ചീമച്ചക്ക മപ്പാസ് വെക്കാനായിട്ട് ഞാൻ എടുക്കുന്നത് മല്ലിപ്പൊടി, പിന്നെ നമ്മുടെ വെജിറ്റബിൾ മസാലപ്പൊടിയാണ് ഞാൻ ചേർക്കുന്നത്. പിന്നെ ആവശ്യത്തിന് ഉപ്പും വെള്ളവും ചേർത്ത്, ഒരുപാട് വെള്ളം വെക്കത്തില്ല കേട്ടോ, ഇത് വേകാനുള്ള വെള്ളമേ ചേർക്കത്തുള്ളൂ. ഉപ്പ് ഇതുണ്ട്, കുറച്ച് വെള്ളം ചേർക്കത്തുള്ളൂ. ഇനി അടുപ്പ് വെച്ച് വേവിച്ചെടുക്കട്ടെ. ചീമച്ചക്ക കറി, അതായത് നമ്മുടെ കടച്ചക്ക മപ്പാസ് വെക്കണം എങ്ങനെയാന്ന് അറിയാവുന്നവർ കാണും, അറിയാൻ മേലാത്തവർക്ക് വേണ്ടി. തേങ്ങാക്കൊത്തും പിന്നെ സവോളയും പച്ചമുളകും. സവോള കനം കുറച്ചാണ് എരിയുന്നത്, കനം കുറച്ചും നീളം കുറച്ചും. ഒത്തിരി നീളമായിട്ടും കിടക്കും. സവോള ഒന്ന് പെട്ടെന്ന് വഴന്ന് കിട്ടാനായിട്ട് ശകലം ഉപ്പ് ചേർക്കുന്നതല്ലേ. കാര്യം അത് ചീമച്ചക്ക വേവിക്കാനായിട്ട് നമ്മൾ ഉപ്പ് ചേർത്താണ് വെച്ചേക്കുന്നത്. അപ്പോൾ ഇതിനൊരു ശകലം ഉപ്പ് ചേർത്ത് പെട്ടെന്നൊന്ന് വാടി കിട്ടാനായിട്ട്. സവോള നല്ലപോലെ വഴറ്റി കേട്ടോ, നല്ലപോലെ വഴറ്റി. തേങ്ങാക്കൊത്തും പച്ചമുളകും എല്ലാം നല്ലപോലെ വഴന്നു. ഇനി ഇതിലേക്ക് നമ്മൾ ശരിക്കും തന്നെ ഒത്തിരി വെള്ളം ചേർക്കാതെ വെക്കുന്നതാണ് നല്ല. ആവശ്യത്തിനുള്ള വെള്ളമേ ചേർക്കാവുള്ളൂ. നല്ലപോലെ വെന്ത് തൊട്ട ഉടഞ്ഞു പോകും. അതുപോലെ ഇതിലേക്ക് ഇതുണ്ട്, തേങ്ങാപ്പാൽ പിഴിഞ്ഞ് വെച്ചേക്കുന്നതാണ്. 2ാം പാലാണ് ഞാൻ ഇതിനകത്തോട്ട് ഒഴിക്കുന്നതെന്ന് വെച്ചാൽ അതിനകത്ത് കുറച്ചും കൂടെ അരപ്പുണ്ട്. രണ്ടാം പാലിൽ നല്ലപോലെ തിളയ്ക്കണം. നല്ലപോലെ വെന്ത്, ഇത് നല്ലപോലെ വിളഞ്ഞതും കൂടെ ആയതുകൊണ്ടാണ് കേട്ടോ. പിന്നെ കുക്കറിട്ട് ഒറ്റ വിസിലടിച്ചാൽ മതി, നല്ലപോലെ വെന്ത് കിട്ടും. ഒരു ശകലം കൂടെ വേണം. ഇത് നല്ലപോലെ തിളച്ച് ഇതുണ്ടോ ഒരു കുറുക്കമായി. ഇനി ഇതിലേക്ക് നമുക്ക് ആദ്യം പിഴിഞ്ഞ് 1ാം പാലും കൂടെ ചേർക്കാം. ഒന്നാം പാൽ ചേർത്ത് കഴിഞ്ഞ് പിന്നെ ഇത് തിളപ്പിക്കത്തില്ല കേട്ടോ. ചെറുതായിട്ടൊന്ന് നമ്മൾ ഈ മോരുകറിക്കൊക്കെ ചൂടാക്കിയല്ലേ, അങ്ങനെ ഒന്ന് ചൂടാക്കി എടുക്കത്തേ ഉള്ളൂ. നല്ല കുറുക്കുള്ള കറിയാണ്. അത് ഈ ചീമച്ചക്ക നല്ലപോലെ വിളഞ്ഞതായിട്ടാട്ടോ. ചീമച്ചക്ക എന്ന് പറഞ്ഞാൽ കടച്ചക്ക. നല്ലപോലെ വിളഞ്ഞ ചക്കയാണെങ്കിൽ നമുക്ക് മപ്പാസ് വെക്കാൻ ഏറ്റവും നല്ലതാണ്. അതിന് ഒരു കൊഴുപ്പ് കാണും. അടിപൊളി കറി കേട്ടോ. അപ്പം അത് റെഡിയായി. ഇനി അതവിടെ ചൂടായി കഴിഞ്ഞ് തിളയ്ക്കുന്നതിന് മുന്നേ ഓഫ് ചെയ്യണം. ഇനി നമ്മുടെ ചപ്പാത്തിയുടെ മാവ് ഇപ്പോഴാണ് ഞാൻ തുറക്കുന്നത്. അടച്ചു വെച്ചേക്കുമായിരുന്നു. വേണ്ടേ, കണ്ടോ നല്ല സോഫ്റ്റായിട്ട് മാവ്. നമ്മൾ ഒത്തിരി ഇട്ട് കുഴയ്ക്കൊന്നും വേണ്ട. ഇത് കണ്ടോ നല്ലപോലെ ലൂസായിട്ട്. ഇത് കണ്ടോ നല്ലപോലെ മയമുണ്ട്. ഇനി ഇതിൽ നിന്ന് ഇതുപോലെ ചെറിയ ചെറിയ ചെറിയ
തീരെ ചെറുതല്ല, നമ്മൾ ചപ്പാത്തിക്ക് പരത്താനായിട്ട് എടുക്കത്തില്ലേ. ഇതുപോലെയുള്ള നല്ല മയമാണ്. ഞാൻ ചപ്പാത്തിക്ക് മാവ് പരത്തുന്നതും എണ്ണയൊന്നും ചേർക്കാതാണ്. മാവ് കുഴച്ചേക്കുന്നതും എണ്ണ ചേർക്കാതാണ്, പൊടിയിട്ടാണ് പരത്തുന്നത്. ഞാൻ നേരത്തെ ഈ പത്രത്തിലിട്ടായിരുന്നു കേട്ടോ പരത്തുന്നത്. എനിക്ക് ചപ്പാത്തി പരത്തുന്ന പലകയുണ്ട്, പക്ഷേ അതിനൊത്തിരി അങ്ങോട്ട് വലിപ്പമില്ലേ. അതുകൊണ്ട് എനിക്ക് അത് തന്നെയല്ല, അതിന് അങ്ങോട്ടും ഇങ്ങോട്ടും കിടന്ന് കടകടകടാന്ന് സൗണ്ട് കേൾക്കും. ഞാൻ പത്രത്തിലിട്ടായിരുന്നു പരത്തിക്കൊണ്ടിരുന്നത്. അപ്പം എല്ലാവരും പറഞ്ഞ് പത്രത്തിലിട്ടിങ്ങനെ പരത്തരുത്, അത് വിഷമാണ്, അതിൻ്റെ മഷിയൊക്കെ ഇതേ പറ്റുമെന്ന് പറഞ്ഞപ്പോഴത്തേക്കും ഇതിനെ പത്രത്തിൻ്റെ പരിപാടി നിർത്തി. പൊടി ഇട്ട് കൊടുക്കാനുണ്ടെങ്കിൽ നമുക്ക് റൗണ്ടിൽ പരത്തിയെടുക്കാൻ എളുപ്പം. നല്ല കനം കുറഞ്ഞ ചപ്പാത്തിയാണ്. എന്നിട്ട് ഇതേലെ പൊടി ഇങ്ങനെ ഒന്ന് തട്ടിയെടുത്ത് വെച്ച് ഞാനൊരു പാത്രം എടുത്തുണ്ടോട്ടെ. എല്ലാവരും ചപ്പാത്തി പരത്തുമ്പോഴത്തേക്ക് പരത്തി ഇങ്ങനെ ഒരു പാത്രത്തിലോ അല്ലെങ്കിൽ ന്യൂസ് പേപ്പറിൻ്റെ പുറത്തോ ഇങ്ങനെ നിരത്തിയാണ് ഇടുന്നത്. പക്ഷേ ഞാൻ അങ്ങനെയല്ല കേട്ടോ. ഇത് കണ്ടോ, ഇതിൻ്റെ പുറത്തോട്ടാണ് ഇനി അടുത്തത് ഞാൻ പരത്തി വെക്കുന്നത്. എന്നിട്ട് പതിയെ നമ്മളിങ്ങനെ ചെറുതായിട്ടൊന്ന് ലൂസാക്കി ഇങ്ങനെ പരത്താനുണ്ടല്ലോ, റൗണ്ടിൽ പരന്ന് വരും. പൊടി നല്ലോണം ഇട്ട് കൊടുത്തിട്ട് വേണം കേട്ടോ, അല്ലെങ്കിൽ അങ്ങനെ വരത്തില്ല, പിടിക്കും. ഒത്തിരി പൊടി അങ്ങ് തട്ടി അതിൽ കളയണ്ട. ഒരു ഇച്ചിരി പൊടി അവിടെ ഇരിക്കുന്നൊരു കുഴപ്പമില്ല, നമ്മൾ ചുടാറാകുമ്പോഴത്തേക്ക് സെറ്റായിക്കൊള്ളുക. ഇങ്ങനെ പരത്തിയെടുക്കട്ടെ. വണ്ടിക്കിടെ കയറിയിരിക്കില്ല പൂച്ചയെല്ലാം കൂടെ. വേണ്ട, അവിടെ കുഞ്ഞിക്ക പൂച്ചകളോ, കണ്ടോ കണ്ടോ, ചൂന്ന് വിളിക്കുമ്പോഴത്തേക്ക് അത് ഓടിയാ വണ്ടിക്കടിയിലോട്ട് കയറും. രാവിലത്തെ ഒരു തിരക്ക് കഴിഞ്ഞു. കണ്ണനെ വിട്ട് കഴിഞ്ഞപ്പോഴത്തേക്ക് പിടിച്ചിരിക്കും. കണ്ണന് കഴിക്കാനുള്ളതൊക്കെ കൊടുത്ത് അവനെ സ്കൂളിൽ കൊടുക്കാനുള്ളതെല്ലാം കൊടുത്തെല്ലാം വിട്ടതിന് ശേഷമാണ് ഞാൻ പിന്നെ ചപ്പാത്തി, അന്നേരത്തേക്ക് വീഡിയോ എടുക്കാൻ സമയമില്ലായിരുന്നു. അപ്പം ഞാൻ മുമ്പേ പറഞ്ഞ് നമ്മളിങ്ങനെ ചപ്പാത്തി പരത്തുന്ന ഒന്നിന് പുറത്തായിട്ട് ഒന്നായിട്ട് ഇങ്ങനെ അടുക്കി വെക്കുന്നു. എന്നിട്ട് വേണ്ട ഇങ്ങനെ അത് നമ്മുടെ കൈയുടെ വെള്ളയിലോട്ട് ഇങ്ങനെ ഇട്ട്, എന്നിട്ട് ഈ അടി കിടക്കുന്നത് മേളിൽ വരുന്ന രീതിയിൽ ഇങ്ങനെ ആക്കിയെടുക്കും. എന്നിട്ട് ആദ്യം പരത്തിയിട്ടത് ഇതുണ്ടോ അങ്ങനെ ചുട്ടെടുക്കും. ഇതിപ്പോൾ ഞാൻ ആദ്യം എണ്ണ ചേർക്കാതെ ഞാൻ ചുട്ട് കാണിക്കാവേ. എണ്ണ അതൊന്ന് തിരിച്ചിട്ടു, പിന്നെ അതിൻ്റെ പുറത്തേക്ക് ഒരെണ്ണം കൂടി ഇട്ടു. എന്നിട്ട് ഇങ്ങനെ തിരിച്ച് മറിച്ചിട്ട് നമ്മൾ പതിയെ ചൂടാകുന്നതനുസരിച്ച് തിരിച്ച് മറിച്ചിട്ട് കൊടുക്കണം. ഇപ്പോൾ ഈ കിടക്കുന്ന ചപ്പാത്തി, മുകളിൽ കിടക്കുന്ന ചപ്പാത്തി എടുത്ത് വെച്ച് തിരിച്ചിടണം. ഞാനിതിപ്പം 2 എണ്ണം ഇട്ടാണ്, ഞാൻ ഒത്തിരി ചപ്പാത്തി ഒന്നിച്ചിട്ടാട്ടോ ചുട്ടെടുക്കുന്നത്. പുതിയ ആൾക്കാർക്കൊക്കെ വേണ്ടിയാണ് വീണ്ടും പറയുന്നത്, പഴയ ആൾക്കാർക്കൊക്കെ അറിയാം. വേണ്ടതിന് ഇങ്ങനെ പതിയെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ നല്ലപോലെ പൊള്ളി വരും. ഇത് എണ്ണ ഒന്നും ചേർക്കാതെ ഉണ്ടാക്കുന്നതാണ്, കണ്ടോ. ചപ്പാത്തിക്ക് മാവിട്ട് ഒത്തിരി കുഴക്കണമെന്നില്ല, നമുക്ക് ഇങ്ങനെ കുഴച്ചെടുത്താലും ചപ്പാത്തി നമുക്ക് നല്ല ഇതായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും.
കണ്ടോ പുള്ളി വരുന്ന കാണോ? ഈ ചപ്പാത്തി ഇനി തണുത്താലും ഉണ്ടല്ലോ നല്ല പഞ്ഞി പോലെ ഇരിക്കും, അല്ലാതെ കട്ടി പിടിച്ചിരിക്കത്തില്ല. കണ്ടോ, ഇതിപ്പോൾ ഞാൻ എണ്ണ ചേർക്കാതെ ഉണ്ടാക്കി കാണിച്ചാണേ. ഇനി എണ്ണ ചേർത്താണ് ഉണ്ടാക്കുന്നത്. എണ്ണ ചേർത്തുണ്ടാക്കിയാലും ഞാൻ എണ്ണ ചേർക്കാതെ ഉണ്ടാക്കി കാണിച്ചത് എന്നാന്ന് ചോദിച്ചാൽ, അല്ലെങ്കിൽ നിങ്ങൾ ഓർക്കും കണ്ടോ ഇപ്പോൾ എണ്ണ ചേർക്കുന്നുണ്ട് അതുകൊണ്ടാണ് ചപ്പാത്തിക്ക് നല്ല മയം വന്നേക്കുന്നേ എന്നോർക്കും. അതുകൊണ്ടാണ് ഞാൻ എണ്ണ ചേർക്കാതെ ഉണ്ടാക്കി കാണിച്ചത്. അത് ഇപ്പം തിരിച്ചിട്ട് വെച്ച് അതിൻ്റെ പുറത്ത് എണ്ണ ഒഴിച്ച് അതിൻ്റെ പുറത്തോട്ട് ഒരെണ്ണം കൂടി ഇട്ട് കൊടുക്കും. എന്നിട്ട് ഇത് ഇങ്ങനെ ഇടും. ഇതിൻ്റെ പുറത്ത് ഇപ്പോൾ ഞാൻ ആദ്യം എണ്ണ ഒഴിച്ചുകൊണ്ട് അതിലോട്ട് ഇനി എണ്ണ ഒഴിക്കുന്നില്ല, അങ്ങോട്ടൊരെണ്ണം ഇട്ട് കൊടുത്തു. പിന്നെയും ഈ ആദ്യം കിടക്കുന്നത് ഇങ്ങനെ എടുക്കും. എന്നിട്ടത് ഒന്ന് തിരിച്ചിട്ടേച്ച് ഇതും ഒന്ന് തിരിച്ചിടും. തിരിച്ചിട്ടില്ലെങ്കിലും കുഴപ്പമില്ല കേട്ടോ. എന്നിട്ടിങ്ങനെ എണ്ണ ഒഴിച്ച് ഓരോന്നും ഒന്നിന് പുറത്തായിട്ട് ഇട്ട് കൊടുക്കും. എന്നിട്ട് ഇത് ഞാൻ തിരിച്ചിട്ടിട്ടില്ല കേട്ടോ, ഒരു സൈഡ് മാത്രമേ വേവിച്ചിട്ടുള്ളൂ. നമ്മളങ്ങനെ എടുക്കുമ്പോൾ ഉണ്ടല്ലോ ഒരു സൈഡ് വെന്തും കിട്ടും, ഒരു സൈഡ് ചെറുതായിട്ടൊന്ന് വാടിയും കിട്ടും. അപ്പം നമുക്ക്, നിങ്ങളിപ്പോൾ ആദ്യമായിട്ടൊക്കെ കാണുന്നവർക്ക് ഇത് ഭയങ്കര പാടാണ്, താമസമാണ്, ഓരോന്നോരോന്ന് ഉണ്ടാക്കിയെടുക്കാൻ എളുപ്പമെന്ന് ഓർക്കും. പക്ഷെ അങ്ങനെയല്ല കേട്ടോ, എളുപ്പമാണ്. നമുക്ക് പണി പെട്ടെന്ന് തീരും, ഗ്യാസും ലാഭിക്കാം. അല്ലേ ഓരോന്ന് വിധം നമ്മൾ ഉണ്ടാക്കുമ്പോൾ ഉണ്ടല്ലോ അടുത്തതിന് അന്നേരം പിന്നെ ഇട്ട് ആദ്യം തൊട്ട് പച്ചമാവല്ലേ, അത് പിന്നെയും ആയി വരുമ്പോഴത്തേക്ക് അത്രയും കൂടെ തീ നമുക്ക് ഇതാകും. കണ്ടോ, ഒരു ചപ്പാത്തി പോലും പിടിച്ചിട്ടില്ല കേട്ടോ. ഇങ്ങനെ ഒന്നിന് പുറത്തായിട്ട് ഒന്ന് അടുക്കി വെച്ചാൽ പിടിക്കത്തൊന്നുമില്ല. പിന്നെ നമ്മളിത് എടുക്കുമ്പോൾ പൊടിക്കകത്ത് ഇങ്ങനെ എണ്ണയ്ക്കകത്ത് എടുക്കുമ്പോൾ ചിലപ്പോൾ പിടിക്കായിരിക്കും കേട്ടോ, പരത്തി എടുക്കുമ്പോൾ. ഈ പൊടിക്കകത്ത് ഇങ്ങനെ പരത്തി എടുക്കുമ്പോഴത്തേക്ക് മൊത്തം പൊടി ഇതേ നിങ്ങൾ തൂത്ത് കളയില്ല കേട്ടോ, ഒരു ശകലം പൊടി അതേ വെച്ചേക്കണം. ശരിക്കും അങ്ങോട്ട് ഭയങ്കര വൃത്തിക്ക് പൊടി അങ്ങോട്ട് തൂത്ത് കളയണ്ട. ആ ചെറിയൊരു പൊടി ഇരുന്നിട്ട് ആ പൊടി മാവിലിട്ടങ്ങ് കയറി പിടിക്കത്തേ ഉള്ളൂ. നമ്മൾ ചപ്പാത്തി ഉണ്ടാക്കുമ്പോൾ കരിഞ്ഞൊന്നും പിടിക്കത്തൊന്നുമില്ല. ഇനിയാണ് നമ്മുടെ ചപ്പാത്തി ചുടുന്നതിൻ്റെ അടുത്ത സ്റ്റേജ്. തീ കൂട്ടിയിട്ടെ വേണ്ടോ. അപ്പോൾ ഈ സൈഡും കൂടി ഇനി ആ സൈഡ് വെന്തു, തിരിച്ചിട്ടു. ഇതുണ്ടോ, അതിൻ്റെ രണ്ട് സൈഡും വെന്ത് കിട്ടി. ഈ ചപ്പാത്തി നമ്മളിങ്ങനെ മാറ്റി വെച്ച് അടുത്തത്. ഇതും നമ്മളിങ്ങനെ നല്ലപോലെ ഒന്ന് ഇങ്ങനെ അമർത്തി കൊടുക്കാമെങ്കിൽ ഇതും നല്ലപോലെ പൊങ്ങി വരികയും ചെയ്യും. അതുപോലെ തന്നെയല്ല നല്ല മയം ഉണ്ടാകും കേട്ടോ ചപ്പാത്തിക്ക്. ഇതും വെന്തു. ഇത് കണ്ടോ, ഇതും രണ്ട് സൈഡും വെന്തു. ഇതും രണ്ട് സൈഡ് വെന്തു. എനിക്കിതാണ് കേട്ടോ എളുപ്പം. ചപ്പാത്തി നമ്മൾ തീ കൂട്ടിയിട്ടാലും കരിഞ്ഞും പോവുകയില്ല കേട്ടോ, ഇങ്ങനെ നമ്മൾ ഉണ്ടാക്കിയെടുക്കുമ്പോഴത്തേക്ക്. അല്ലെങ്കിൽ നമ്മൾ എടുക്കുമ്പോഴത്തേക്ക് പെട്ടെന്ന് കരിഞ്ഞ് പോകത്തില്ലേ തീ കൂട്ടിയിട്ട് എടുക്കുമ്പോഴത്തേക്ക്. ഇത് അങ്ങനത്തെ ഉള്ള പ്രശ്നമൊന്നുമില്ല. ഇപ്പം മനസ്സിലായല്ലോ. ഇനി ഞാൻ ഇത് ചുട്ടെടുക്കട്ടെ. ചപ്പാത്തി ഞാൻ കാസറോളിനകത്തോ ഒന്നും അല്ലായിരുന്നു വെച്ചിരുന്നത് കേട്ടോ. ഇതുണ്ട്, തണുത്തിട്ടുണ്ട് നല്ലപോലെ.
ചപ്പാത്തി തണുത്ത് ചെറിയൊരു ചൂടേ ഉള്ളൂ. പക്ഷെ കണ്ടോ, എന്നാലും നല്ല ഇത് കണ്ടോ, മടക്കി അതുപോലെ കിടക്കുന്നുണ്ട്, സോഫ്റ്റാണ്. നമ്മൾ ആദ്യം ഉണ്ടാക്കിയ ചപ്പാത്തി ഉണ്ടാകുന്നില്ല, എണ്ണ ചേർക്കാതെ. അത് കണ്ടോ, ഇതിൻ്റെ ഏറ്റവും അടുത്തുണ്ട്. കണ്ടോ, ഇത് കണ്ടോ, ഇത് എണ്ണ ചേർക്കാതെ നമ്മൾ ആദ്യം ഉണ്ടാക്കിയതാണ്. അതും കണ്ടോ. ഇത് കണ്ടോ, ഇതിങ്ങനെ എടുക്കുന്ന കാണുമ്പോൾ അറിയാമല്ലോ ചപ്പാത്തി എത്രമാത്രം. ഇത് കണ്ടോ. ഇപ്പം ഞങ്ങളിവിടെ കഴിക്കാനൊക്കെ തുടങ്ങുവാണേ. ചെറിയൊരു ചൂടേ ഉള്ളൂ കേട്ടോ. അച്ചു സ്കൂളിൽ പോകാനൊക്കെ റെഡിയായി. അച്ചുവിന് ഇഷ്ടപ്പെട്ട ഫുഡാണ് രാവിലെ, ഇല്ലടി? ഇങ്ങനുണ്ട്. നീ അങ്ങ് മെസ്സേജ് ഇട്ടേച്ച് പോ, അന്നേരം പിന്നെ വിളിക്കത്തില്ലല്ലോ. എന്നിട്ട് നീ ഫോട്ടോ വെച്ചിട്ട് വെക്കാം, അന്നേരം നീ പോയെന്ന് ഞാൻ പറഞ്ഞോളാം. പെണ്ണേ, നീ ഒന്ന് പോകുന്നുണ്ടോ? സമയം പോയി. ഇതാ ഫോണിങ്ങ, ഫോണും കൊണ്ടല്ല അവള് പോകുന്നത്. ടാറ്റ. എടുത്തോ, കഴിക്കാനുള്ളതൊക്കെ എടുത്തോ. എന്നിട്ടാണോടി നീ ഇന്ന് പോകാതിരുന്നത്? നിനക്ക് നാളെ എക്സാം എന്നല്ലേ പറഞ്ഞേ? മെസ്സേജ് കിടക്കടോ എന്ന് വന്നിട്ടിരിക്കുന്നു. പൊക്കു. ഇന്നത്തെ നമ്മുടെ വീഡിയോ ഇത്ര കൊണ്ട് ഞാൻ നിർത്തുവാണേ. കാര്യം അല്ലെങ്കിൽ വീഡിയോ ഒരുപാട് ലെങ്തായി പോകും. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വിശേഷങ്ങളൊക്കെ ഇതൊക്കെയാണ്. നമ്മുടെ വീഡിയോ ഒക്കെ അവസാനിപ്പിക്കാൻ സമയമായിട്ടുണ്ട്. അടുത്ത വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ട് നമുക്കിനി അടുത്ത വീഡിയോയിലൂടെ കാണാമേ.